ഓരോരുത്തരും ഭയപ്പെട്ടിരുന്ന ആ ഒരു വാർത്ത ഒടുവിൽ വന്നിരിക്കുന്നു. ആഗോള എണ്ണ വിപണിയിൽ ഒരു വലിയ പൊട്ടിത്തെറിക്ക് തിരികൊളുത്തിയിരിക്കുകയാണ് US. ഇത് വെറും ഒരു അന്താരാഷ്ട്ര വാർത്തയല്ല, മറിച്ച് നമ്മുടെ വീട്ടിലെ അടുക്കളയിലെ ബജറ്റിനെയും നമ്മുടെ വാഹനത്തിലെ ഇന്ധനത്തെ വരെയും ഒക്കെ നേരിട്ട് ബാധിക്കുന്ന കാര്യമാണ്. ഇന്ന് 2026 ഏപ്രിൽ 16 കൃത്യമായി പറഞ്ഞാൽ റഷ്യയിൽ നിന്നും ഇറാനിൽ നിന്നും ഇത്രയും കാലം നമ്മൾ വാങ്ങിക്കൊണ്ടിരുന്ന വില കുറഞ്ഞ എണ്ണയ്ക്ക് ഇനി അമേരിക്ക ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്. സാങ്ഷൻസ് വേവേഴ്സ് അഥവാ ഉപരോധങ്ങളിൽ നൽകിയിരുന്ന ഇളവുകൾ ഇനി പുതുക്കേണ്ടതില്ല എന്ന് വാഷിംഗ്ടൺ തീരുമാനിച്ചിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിലെ സംഘർഷങ്ങൾക്കിടയിൽ അമേരിക്ക എടുക്കുന്ന ഈ ഒരു കടുത്ത നിലപാട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയാണ്. എന്താണ് ഇതിന്റെ പിന്നിലെ യഥാർത്ഥ കളി? ഇന്ത്യ എന്തിനാണ് പേടിക്കുന്നത്? പരിശോധിക്കാം. കാര്യം വളരെ സിമ്പിൾ ആണ്. യുക്രൈൻ യുദ്ധത്തിന് ശേഷം റഷ്യയുടെ സാമ്പത്തിക സ്രോതസ്സുകൾ തടയാൻ അമേരിക്കയും യൂറോപ്പും ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. അതുപോലെ ഇറാന്റെ ആണവ പദ്ധതികളെ എതിർത്തും ഉപരോധങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യയെ പോലെയുള്ള വലിയൊരു വിപണിയെ പെട്ടെന്ന് ബാധിക്കാതിരിക്കാൻ ചില വേവേഴ്സ് അഥവാ ഇളവുകൾ അമേരിക്ക നൽകിയിട്ടുണ്ടായിരുന്നു. അതായത് അമേരിക്കയുമായുള്ള ബന്ധം വഷളാകാതെ തന്നെ ഇന്ത്യക്ക് റഷ്യയിൽ നിന്നും ഇറാനിൽ നിന്നും ഒക്കെ പരിമിതമായ തോതിൽ എണ്ണ വാങ്ങാമായിരുന്നു. എന്നാൽ 2026 ഏപ്രിലിൽ എത്തുമ്പോൾ ചിത്രം മാറുകയാണ്. അമേരിക്കയിലെ ഇപ്പോഴത്തെ കടുത്ത വിദേശ നയത്തിന്റെ ഭാഗമായിട്ട് ഈ ഇളവുകളെല്ലാം റദ്ദാക്കിയിരിക്കുകയാണ്. സീറോ ഓയിൽ പോളിസി എന്നാണ് അമേരിക്ക ഇതിനെ വിളിക്കുന്നത്. അതായത് റഷ്യയുടെയും ഇറാന്റെയും എണ്ണ വരുമാനം 0-ൽ എത്തിക്കുക. ഇതിനായിട്ട് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളോടും ആ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി നിർത്താൻ അമേരിക്ക ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ വെട്ടിലായിരിക്കുന്നത് നമ്മളാണ്, ഇന്ത്യയാണ്. ഈ ഒരു പ്രതിസന്ധി ഇത്ര രൂക്ഷമാകാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്: ഹോർമുസ് ബ്ലോക്കേഡ്. ലോകത്തിലെ മൊത്തം എണ്ണക്കടത്തിന്റെ, അതായത് കടൽ വഴിയുള്ള എണ്ണക്കടത്തിന്റെ 20% നടക്കുന്നത് ഹോർമുസ് കടലിടുക്ക് വഴിയാണ്. ഇറാനും അമേരിക്കൻ സഖ്യകക്ഷികളും തമ്മിലുള്ള തർക്കം മൂലം ഈ ഒരു പാത ഇപ്പോൾ ഏകദേശം ബ്ലോക്ക് ആയ അവസ്ഥയിലാണ്. ചരക്ക് കപ്പലുകൾക്ക് ഇൻഷുറൻസ് കിട്ടാത്ത അവസ്ഥ, കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം എന്നിവ കാരണം എണ്ണ വിതരണം തടസ്സപ്പെട്ടിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് റഷ്യൻ എണ്ണയുടെ പ്രാധാന്യം ഇന്ത്യക്ക് വർദ്ധിച്ചത്. കടൽമാർഗം ഇറാനിൽ നിന്ന്, കരമാർഗം റഷ്യയിൽ നിന്നും ഇങ്ങനെ കിട്ടുന്ന എണ്ണയ്ക്ക് ഉപരോധം കൂടി വരുമ്പോൾ ഇന്ത്യയുടെ മുന്നിലുള്ള വാതിലുകൾ ഓരോന്നോരോന്നായിട്ട് അടയുകയാണ്. ഇത് നമ്മുടെ എനർജി സെക്യൂരിറ്റിയെ ബാധിക്കുന്ന കാര്യമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഡബിൾ ബ്ലോ ആണ്. അതായത് ഒന്ന്, നമുക്ക് ലഭിച്ചിരുന്ന വലിയ ഡിസ്കൗണ്ട് നഷ്ടപ്പെടും. റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയ കാലം മുതൽ ഇന്ത്യക്ക് അന്താരാഷ്ട്ര വിപണിയേക്കാൾ ബാരലിന് $15 മുതൽ $25 വരെ കുറച്ചിട്ടാണ് എണ്ണ നൽകിയിരുന്നത്. ഈ ഒരു ഡിസ്കൗണ്ട് ഉള്ളതുകൊണ്ടാണ് ഇന്ത്യയിൽ ഇന്ധനവില വലിയ രീതിയിൽ കൂടാതെ നിന്നിരുന്നത്. എന്നാൽ അമേരിക്കൻ ഉപരോധം കർശനമാകുന്നതോടെ ഇന്ത്യയിലെ കമ്പനികൾക്ക് റഷ്യൻ എണ്ണ വാങ്ങാൻ പേടിയാകും. കാരണം അമേരിക്കൻ ബാങ്കിംഗ് സിസ്റ്റത്തിൽ നിന്ന് അവരെ പുറത്താക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് രൂപയുടെ മൂല്യം. ഇന്ത്യ കൂടുതൽ വില കൊടുത്ത് ഡോളറിൽ എണ്ണ വാങ്ങേണ്ടി വരുമ്പോൾ നമ്മുടെ ഫോറക്സ് റിസർവ് കുറയും, രൂപയുടെ മൂല്യം ഇടിയും. ഇന്ന് ഏപ്രിൽ 16, ഇന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഡോളറിനെതിരെ രൂപയുടെ മൂല്യം വീണ്ടും ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഫലം എന്താണ് എന്ന് വെച്ചാൽ, നിങ്ങൾ കടയിൽ പോയി വാങ്ങുന്ന പച്ചക്കറി മുതൽ ഇലക്ട്രോണിക് സാധനങ്ങൾക്ക് വരെ അങ്ങനെ സകല ആവശ്യ വസ്തുക്കൾക്കും വില കൂടും. ഇനി എന്തിനാണ് അമേരിക്ക ഇങ്ങനെ ഇന്ത്യയെ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. സത്യത്തിൽ അമേരിക്കയുടെ ലക്ഷ്യം ഇന്ത്യയല്ല, മറിച്ച് റഷ്യയും ഇറാനുമാണ്. അവരുടെ യുദ്ധ ഫണ്ട് ഇല്ലാതാക്കുക എന്നതാണ് US-ന്റെ സ്ട്രാറ്റജി. പക്ഷേ ഇന്ത്യയെ പോലെ ഒരു രാജ്യം വലിയൊരു കൊളാട്രൽ ഡാമേജായി മാറുകയാണ് ഇവിടെ. അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് ഇന്ത്യക്ക് ഇതിന് പകരമായിട്ട് സൗദി അറേബ്യയിൽ നിന്നോ UAE-യിൽ നിന്നോ ഒക്കെ എണ്ണ വാങ്ങാമെന്നാണ്. പക്ഷെ അവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മിഡിൽ ഈസ്റ്റിലെ എണ്ണയ്ക്ക് റഷ്യൻ എണ്ണയുടെ അത്ര ഡിസ്കൗണ്ട് കിട്ടില്ല. മാത്രമല്ല, ഹോർമുസ് ബ്ലോക്കേഡ് കാരണം മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള വിതരണവും സുരക്ഷിതമല്ല. ഇവിടെയാണ് ഇന്ത്യയുടെ ഡിപ്ലോമസി പരീക്ഷിക്കപ്പെടുന്നത്. ഇനി ഇന്നത്തെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ, ഇന്ത്യയുടെ പെട്രോളിയം മന്ത്രാലയം ഉന്നതതല യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. പ്ലാൻ B തയ്യാറാക്കാനാണ് നിർദ്ദേശം. അതായത് വെനസ്വേല പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യാനുള്ള സാധ്യതകൾ നമ്മൾ തേടുകയാണ്. പക്ഷേ അതിനും അമേരിക്കയുടെ അനുവാദം വേണം. മറ്റൊരു പ്രധാന കാര്യം, ഇന്ത്യ ഇപ്പോൾ റഷ്യയുമായി ചേർന്ന് റൂബിൾ ട്രേഡ് കൂടുതൽ ശക്തമാക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഡോളറിനെ വെല്ലുവിളിച്ച് എത്ര കാലം നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും? ഇതിൽ സാമ്പത്തിക വിദഗ്ധർക്ക് ആശങ്കയുമുണ്ട്. ഗോൾഡ്മാൻ സാക്സ് പോലെയുള്ള ഏജൻസികൾ പ്രവചിക്കുന്നത് ക്രൂഡ് ഓയിൽ വില ബാരലിന് $130 വരെ എത്താൻ ഈ ഒരു ഉപരോധം കാരണമാകും എന്നാണ്. നമുക്ക് ഇനി പ്രധാന കാര്യത്തിലേക്ക് വരാം. സാധാരണക്കാരായ നമ്മളെയൊക്കെ ഇത് എങ്ങനെ ബാധിക്കും? ഇന്ത്യയുടെ ട്രാൻസ്പോർട്ടേഷൻ മേഖല മുഴുവൻ ഡീസലിനെയാണ് ആശ്രയിക്കുന്നത്. ഡീസൽ വില $5 കൂടിയാൽ പോലും ചരക്ക് കൂലി വർദ്ധിക്കും. ചരക്ക് കൂലി വർദ്ധിച്ചാൽ പച്ചക്കറി, അരി, പാൽ തുടങ്ങി എല്ലാത്തിനും വില കൂടും. അതായത് ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം നിയന്ത്രണാതീതമാകും. RBI പലിശ നിരക്കുകൾ കൂട്ടാൻ നിർബന്ധിതരാകും. ചുരുക്കത്തിൽ നിങ്ങളുടെ ഹോം ലോൺ EMI മുതൽ ചായ കുടിക്കുന്ന കാശ് വരെ വർദ്ധിക്കുമെന്ന് അർത്ഥം. ഇപ്പോൾ ഇന്ത്യയുടെ മുന്നിൽ 3 ഓപ്ഷൻസ് ആണുള്ളത്.
ഒന്ന് ഡിപ്ലോമാറ്റിക് ചർച്ചകളാണ്. അമേരിക്കയെ കണ്ട് നമുക്ക് മാത്രമായിട്ട് ഇളവുകൾ ചോദിക്കുക. പക്ഷേ നിലവിലെ അമേരിക്കൻ ഭരണകൂടം ഇതിനോട് അത്ര പോസിറ്റീവായിട്ടല്ല പ്രതികരിക്കുന്നത്. ഇനി രണ്ടാമതായിട്ട് രൂപയിൽ വ്യാപാരം. ഡോളറിനെ ഒഴിവാക്കി റഷ്യയുമായി നേരിട്ട് വ്യാപാരം നടത്തുക. അത് വലിയൊരു സാമ്പത്തിക റിസ്ക് ഉള്ള കാര്യവുമാണ്. മൂന്നാമതെന്ന് പറയുന്നത് ഇതര മാർഗങ്ങൾ. അതായത് അമേരിക്കയുടെ ഷെയിൽ ഓയിൽ കൂടുതൽ വാങ്ങുക, പക്ഷേ ഇത് ട്രാൻസ്പോർട്ടേഷൻ ചിലവ് കൂട്ടും. എന്തായാലും ഇന്ത്യൻ സർക്കാർ ഇപ്പോൾ വലിയൊരു പ്രതിസന്ധിയിലാണ്. ഒരു വശത്ത് അമേരിക്കയുമായുള്ള സൗഹൃദം, മറുവശത്ത് റഷ്യ നൽകുന്ന കുറഞ്ഞ നിരക്കിലുള്ള ഇന്ധനം. ഈ രണ്ട് വഞ്ചുകളിലും കാൽ വെച്ച് യാത്ര ചെയ്യുക എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പരീക്ഷണം തന്നെയാണ്. ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങൾ എങ്ങനെ നമ്മുടെയൊക്കെ പോക്കറ്റിനെ ബാധിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. എണ്ണ എന്നത് വെറുമൊരു ഇന്ധനമല്ല, അത് ലോകം ഭരിക്കുന്ന ഒരു ആയുധമാണ്. ഇപ്പോൾ അമേരിക്ക ഈ ആയുധം പ്രയോഗിക്കുമ്പോൾ ഇന്ത്യക്ക് ചുറ്റുമുള്ള പ്രതിരോധ മതിലുകൾ എത്രത്തോളം ശക്തമാണെന്ന് വരും ദിവസങ്ങളിൽ നമുക്കറിയാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.